നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക്. ഹോർമൂസ് കടലിടുക്കിൽ ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടതിൽ ഇറാനെ പ്രതിഷേധമറിയിച്ച് ഇന്ത്യ. ഇറാൻ ഡെപ്യൂട്ടി അംബാസഡറെ വിളിച്ചുവരുത്തി. ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടത് UAE എണ്ണക്കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 6 ഇന്ത്യക്കാരടക്കം 8 പേർക്ക് പരിക്ക്. 4 പേരുടെ നില ഗുരുതരം. നാവികർക്ക് നേരെയുള്ള അതിക്രമങ്ങളും അന്താരാഷ്ട്ര സമുദ്രപാതകളിലെ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന നീക്കങ്ങളും അംഗീകരിക്കാനാകില്ലെന്ന് ഇന്ത്യ. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പരാജയത്തിൽ തിരിച്ചടി മറികടക്കാൻ തിരുത്തൽ നടപടികളുമായി CPM. സെപ്റ്റംബറിൽ വിശാല സംസ്ഥാന സമിതി ചേരും. സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചരണത്തിലും വീഴ്ചയുണ്ടായതായി കേന്ദ്ര കമ്മിറ്റിയിൽ വിലയിരുത്തൽ. നേതാക്കൾക്ക് പറ്റുന്ന പിഴവ് പാർട്ടിയെ കാര്യമായി ബാധിക്കുമെന്നും സ്വയം വിമർശനം എല്ലാവരും നടത്തണമെന്നും MA ബേബി. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിൽ CPM CPI ഉഭയകക്ഷി ചർച്ചയിൽ തീരുമാനമായില്ല. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളിയാകാൻ ഡോക്ടർ അനിൽ മേനോൻ. 8 മാസം നീളുന്ന ചരിത്ര ദൗത്യത്തിനായി അനിൽ മേനോനും സംഘവും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക്. സോയൂസ് MS-29 പേടകത്തിന്റെ വിക്ഷേപണം രാത്രി 8:17. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിച്ചെന്ന ആരോപണത്തിൽ ADGP MR അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് മടക്കി DGP. നടപടി SIT സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ കൂടുതൽ വ്യക്തത തേടി. തീരുമാനം അജിത് കുമാറിന് സർക്കാർ സംരക്ഷണം ഒരുക്കുന്നുവെന്ന വിമർശനം ശക്തമാകുമ്പോൾ ജയിലിൽ ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത BJP കൗൺസിലർ R സുഗതൻ. മേയർ VV രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. റിലേ സത്യാഗ്രഹം അവസാനിപ്പിച്ച് LDF. ജയിലിലായതിനാൽ സുഗതന് കൗൺസിലിംഗ് യോഗങ്ങളിൽ പങ്കെടുക്കാനാകില്ലെന്നും സ്വമേധയാ അയോഗ്യത ഉണ്ടാകുമെന്നും V ജോയ്. 2018 പ്രളയം മനുഷ്യനിർമ്മിതമെന്ന ഓഡിയോ ടേപ്പിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉത്തരവ് മുൻ മന്ത്രി K കൃഷ്ണൻകുട്ടിയുടേതെന്ന് ആരോപിക്കപ്പെടുന്ന ടേപ്പിൽ സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ വ്യക്തി നൽകിയ പരാതി. സംസ്ഥാന ആസൂത്രണ ബോർഡിലെ നിയമന തട്ടിപ്പിൽ നിർണായക രേഖകൾ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം PSCക്ക് കത്ത് നൽകും. ക്രമക്കേട് ആരോപിക്കപ്പെട്ട 3 തസ്തികകളിലേക്കുള്ള പരീക്ഷകളുടെ ചോദ്യപേപ്പർ തയ്യാറാക്കൽ, ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയം എന്നിവയുമായി ബന്ധപ്പെട്ട ഫയലുകൾ ആവശ്യപ്പെട്ടാണ് കത്ത് നൽകുക. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ മരവിപ്പിക്കണമെന്ന പൾസർ സുനിയുടെ ഹർജി ഹൈക്കോടതി തള്ളി. സുനി ജയിലിൽ തുടരും. ശിക്ഷ മരവിപ്പിക്കേണ്ട അസാധാരണ സാഹചര്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഹർജി തള്ളിയത്. അതിജീവിതയുടെ അന്തസ്സ് കണക്കിലെടുക്കണമെന്നും കോടതി. അഭിമന്യു വധക്കേസിലെ പ്രതികൾക്ക് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി. വിചാരണ തടയണമെന്നാവശ്യപ്പെട്ട് 5 പ്രതികൾ നൽകിയ ഹർജി കോടതി തള്ളി. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികളുടെ വിചാരണ തുടരാമെന്ന് ഹൈക്കോടതി. കശുവണ്ടി അഴിമതി കോടതി അലക്ഷ്യ കേസിലെ മാപ്പപേക്ഷ തിരുത്തി നൽകി K ബിജു IAS. കോടതിയെ കുറ്റപ്പെടുത്തിയുള്ള ആദ്യ ഉത്തരവ് പ്രതിക്ക് ലഭിച്ചതിനെ തുടർന്നാണ് ഹൈക്കോടതി കോടതി അലക്ഷ്യ കേസെടുത്തത്. ആദ്യ മാപ്പപേക്ഷ തൃപ്തികരമല്ലെന്നും വിശദമായ സത്യവാങ്മൂലം ഫയൽ ചെയ്യണമെന്നും കോടതി ആവശ്യപ്പെട്ടിരുന്നു. പീഡനക്കേസ് ആരോപണത്തിലെ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുൻ മലപ്പുറം SP സുജിത് ദാസ് ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ ഹർജി നൽകി. കേസെടുക്കണമെന്ന പൊന്നാനി മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിനെതിരെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഹർജി. ശബരിമല തന്ത്രി നിയമനത്തിൽ പ്രതികരണവുമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ. ബ്രഹ്മദത്തൻ തന്ത്രിയാകുന്നതിൽ ബോർഡിന് എതിർപ്പില്ല എന്നും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി. തന്ത്രി കണ്ഠരരാജ് കത്ത് തനിക്ക് ലഭിച്ചുവെന്നും K ജയകുമാർ അറിയിച്ചു. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കോടതിയാണെന്നും K ജയകുമാർ. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.